ഇതൊക്കെ നിങ്ങൾക്ക് തിരിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം കല്യാണത്തിന്റെ ദിവസം വീട്ടിലെ ആണുങ്ങൾക്കും അതുപോലെ കൂട്ടുകാർക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. ആണിനും പെണ്ണിനും വസ്ത്രമുണ്ട്, മാതാപിതാക്കൾക്ക് വസ്ത്രമുണ്ട്. പക്ഷേ ഇന്നങ്ങനെയല്ലടോ, തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറുള്ള ചുരിദാറാ. എന്തൊരടിച്ചുപൊളിയെന്നറിയോ, എന്തൊരാർഭാടമെന്നറിയോ. ഹാജിയാരുടെ മക്കളുടെ കല്യാണവും ഇങ്ങനെ തന്നെയാ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാവുകയാ. എന്തൊരാർഭാടമാണോ, എന്തൊരു കൂത്താടോ. ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് തന്നെ പൊന്നാരുടെ മക്കളുടെ വിവാഹങ്ങൾ ഉത്സവം പോലെയാക്കുന്ന മുസ്ലിമേ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലടോ. നല്ല വസ്ത്രം ധരിക്ക്, നല്ലതുപോലെ ഭക്ഷണം കൊടുക്ക്, നല്ലതുപോലെ നടത്തിക്കോ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാമല്ലോ, വേണ്ടാത്ത അനാചാരങ്ങൾ ഉപേക്ഷിക്കാമല്ലോ. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ പറയാൻ പറ്റുന്നതല്ലല്ലോ. കോടികൾ ചെലവഴിച്ച് ആർഭാട വിവാഹം നടത്തിയിട്ട് നാലിന്റെ അന്ന് വീട്ടിൽ വന്നിരുന്ന മക്കളുടെ കഥ കണ്ടില്ലേ? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാരമകള് പുതുമണവാട്ടിയായി ഇറങ്ങി വരുമ്പോ കരയുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കരയുകയാ. കാരണം കൂട്ടുകാരനായ നബി തങ്ങളുടെ മകളാ. പടച്ചറപ്പേ, കല്യാണത്തിന്റെ കാര്യമായി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അലിയേ വലീമ നടത്തണമല്ലോ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, എന്തുണ്ട് അലിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അലിയാര് ഞങ്ങളുടെ തലതാഴ്ത്തി നിൽക്കുകയാ. നിക്കാഹ് കഴിഞ്ഞാ പിന്നെ വലീമ കൊടുക്കണം. നബിതങ്ങൾ ചോദിച്ച്, എന്തുണ്ട് അലിയെ, എന്താണ് ജനങ്ങൾക്ക് വലീമ കൊടുക്കണമല്ലോ, എന്തുണ്ട്? 80 രൂപയുടെ വസ്ത്രവും വാങ്ങി പുതുവസ്ത്രവും കഴിഞ്ഞ് എല്ലാം മേടിച്ചിട്ട് വെറും കൈയോടെ നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നു, എന്താ വലീമ വാങ്ങാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മിണ്ടാതെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയെ ഒരാടിനെ ഞാൻ തരാം, എന്റെ വീട്ടിൽ ഒരാടുണ്ട്, നിനക്ക് വലീമ കൊടുക്കാൻ ആടിനെ ഞാൻ തരാം. 3 സ്വഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം, ഞങ്ങളുടെ കയ്യിൽ ഗോതമ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആടിനെയും ആ ഗോതമ്പ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ വിവാഹം നടന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ പൊന്നാര മകളുടെ കല്യാണത്തിന്റെ രംഗമായത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നബിതങ്ങൾ ഫാത്തിമ അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. പായിപ്പാടുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും പറയുന്നു, നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ആദ്യം നോക്കേണ്ടത് അവൻ പായിപ്പാട് പള്ളി വന്ന് നിസ്കരിക്കുമോ എന്ന് നോക്ക്. അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ? അവൻ ഖുർആൻ ഓതുന്നവനാണോ? അവന് ഖുർആൻ ഓതാൻ അറിയോ? സുബ്ഹാനല്ലാഹ്. പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് ഭർത്താവ് കാണാൻ വരുന്നവനോട് ചോദിക്കണം, മോനെ ഒന്ന് യാസീൻ ഓതണമെന്ന് പറ, ഒന്ന് യാസീൻ ഓതാൻ പറ, അല്ലെങ്കിൽ ഖുർആനിൽ ഒരു സൂറത്ത് ഓതാൻ പറ. എത്ര പേര് ചെറുപ്പക്കാർ ഓതും? നിസ്കരിക്കുന്നവർ എത്ര പേരാണോ? നിസ്കരിക്കുന്നവന് വേണ്ടിയല്ലേ മക്കളെ കൊടുക്കേണ്ടത്? ദീനല്ലേ പരിഗണിക്കേണ്ടത്? ആ ദീനുള്ളവനാ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകളെ കൊടുത്തത് അലി ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന പാവപ്പെട്ടവനാണ്. അവിടുത്തെ വിവാഹം നടന്നത് ഇങ്ങനാണ്. അതുകൊണ്ട് പായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പള്ളികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു രാവും പകലും ഇവിടെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. ആ മക്കൾ എത്ര നല്ലവരെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത അത്ഭുതം തോന്നി. രാത്രി 2 മണി വരെ 3 മണി വരെ വഴി കഴിഞ്ഞ് എല്ലാവരും പോയി. ചെറുപ്പക്കാർ ഉറങ്ങിയിട്ട് ആഴ്ചകളായടോ. ഈ കമ്മറ്റിക്കാര് പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോ പടച്ചവനെ 2 മണി വരെ 3 മണി വരെ ഈ ചെറുപ്പക്കാര് റബ്ബേ ഇവിടെ നടക്കുകയാ.
പൊന്നുമക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ആ പൊന്നുമക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എങ്കിലും ചെറുപ്പക്കാരാ, എന്റെ പായിപ്പാടുള്ള ചെറുപ്പക്കാരോട് പറയുന്നത്, എടാ ബെൻസ് കിട്ടുന്നതിൽ കാര്യമില്ലടാ, ഏക്കർ കണക്കിന് സ്ഥലം കിട്ടുന്നതിൽ കാര്യമില്ല, ഗൾഫുകാരന്റെ മകളെ കിട്ടുന്നതിൽ കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആണാരെന്നറിയോ? ഒരാളെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? പായിപ്പാടുള്ള ആണുങ്ങളോട് പറയുകയാ, പായിപ്പാടുള്ള ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയോ? ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് വീടുള്ളവനല്ല, ഓടിയും ബെൻസും ഫോർച്യൂണറുമുള്ളവനല്ല, ലക്ഷക്കണക്കിന് സമ്പത്തുള്ളവനല്ല. ഈ പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവനാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയെ കിട്ടിയവന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാടോ. കോടികളൊന്നും വേണ്ട, ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, ഗ്ലാമർ നോക്കല്ലേ, ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ തൊലി വെളുത്തതാ, ഹൃദയം കറുത്തതാ, പക്ഷേ തൊലി കറുത്തതാ, ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഇന്നിവിടെ ഒരു ഉമ്മ വന്നു എന്നോട് പറഞ്ഞു, ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്നു, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ. പടച്ചവനെ, നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പായിപ്പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ, ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ, നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തു പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ, എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെണ്ണുകള്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാല് കറുത്തവരുണ്ടല്ലോ, നാല് കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാൽ തങ്ങൾ കറുത്തവനായിരുന്നു, ഭീകരയായിരുന്നു, അടിമയായിരുന്നു, മുടി ചുരുണ്ടവനായിരുന്നു. പക്ഷേ ബിലാൽ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വർഗത്തിലോടിയടാ ചെറുപ്പക്കാരാ. നബി തങ്ങൾ പറഞ്ഞു, ബിലാൽ സ്വർഗത്തിലാണ്. ആഫ്രിക്കക്കാരനായിരുന്നടാ, ഭീകരയായിരുന്നു, അടിമയായിരുന്നു. ആ ബിലാൽ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പായിപ്പാട്
ഒരുപാട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്നു, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങൾ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്ത് നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ കറുത്തവനായിരുന്നു. പടച്ചവനെ, സ്വർഗത്തിന്റെ നേതാവാണ് ലുഖ്മാൻ ഹക്കീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമത്ത് നടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്ന് സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരിവില് ചെല്ലുമ്പോ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു. പെങ്ങള് ഹാജറ കറുത്തവളായിരുന്നു, ഹാജറ കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്തു പെങ്ങള്, ഹൃദയം വെളുത്തതാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? അവനയിൽ ഒരു സെന്റുള്ളവനല്ലടോ. പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാണുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടടോ. പടച്ചവനെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട്, എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ നിന്ന് വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ. ആ ഭാര്യന്റെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കും പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ. എന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. അവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയല് വേണ്ട. എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? തങ്ങളുടെ കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂം ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂം ഉണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരിതങ്ങളും ഫാത്തിമയും എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്ക് കയറി വാതിലടക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങും
തുടങ്ങുകയാണ്, ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാളിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ. അറിയാതെ തങ്ങൾക്ക് വലിയ സന്തോഷമായി തുളച്ചവനെ രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അറിയാതെ തങ്ങളെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അറിയാതെ തങ്ങൾ ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അറിയാതെ തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ കരയുന്നത്? മഹതിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങള് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അറിയാതെ തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അറിയാതെ തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പാടുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറയ്ക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിനകത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണച്ചപ്പ ഇത്ര ഇരുട്ടാണെങ്കിൽ, അല്ലാഹുവേ പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച്, എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. ആലോചിക്കാൻ പോലും വയ്യ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. വെളും കെട്ടിയിട്ട് മണിയറയിലൊക്കെ പോയല്ലോ. ഒരു പാലെടുക്കും, പകുതി 50-50 എല്ലാവർക്കും ആചാരങ്ങൾ അവിടെ റഹ്മാനായ അല്ലാഹ്. ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് മണിയറയ്ക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാൻ, നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ, എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ടാ കരയണേ. അലിയാര് തങ്ങളാണ്. അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ട? നീ ഇതാണോ പറയണ്ട? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയാ? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ മണിയറ ഇവിടെ അല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന 1ാമത്തെ രാത്രി. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അല്ലാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോകും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ.
പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ, ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. ഇനിവാ അവര് ശല്യപ്പെടുത്തല്ലേ, ആരെയും വിടൂല. കാരണം എന്തേ, അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങും. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നമുക്ക് ഒരുക്കം ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂം ഇല്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമായും അലിയാര് തങ്ങളും കിടക്കണം. മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളിൽ. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോ അടയാളം ഉണ്ടെന്ന്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും. രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കൊടഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരിയണില്ല. കെട്ടിച്ചു വിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാ, മറ്റേതാ മറിച്ചതാ, വാരി കെട്ടി വന്നേരം മോളെ വന്നേരെ വിളിച്ചു വരുത്താ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ നബിതങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി. നിങ്ങളും പോവല്ലോ, കെട്ടിച്ച വീട്ടിൽ മരുമോന്റെ വീട്ടിൽ പോകും. ചെന്ന ഉടനെ ഓള് പരാതി പറയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ. ഫാത്തിമ ഓടി വന്നിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് കരയാ. എന്തേ മോളെ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. ഫാത്തിമ എന്ന പൊന്നുമോള് നബിതങ്ങളോട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. എല്ലാം വാരി കെട്ടിക്കോ, പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത്. തന്റെ പൊന്നാര മകൾ ഓടി വന്ന് സങ്കടത്തോടെ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വലിയ അബീകർബവും, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി വളയും. വാപ്പ അങ്ങോട്ട് പറഞ്ഞെടുക്ക, നീ 3 ദിവസമല്ലേ, ഞാൻ 4 ദിവസമായി വല്ലതും തിന്നിട്ട്. ആരാരെയാണോ സമാധാനിപ്പിക്കുന്നത്? ഇതാണോ കുടുംബജീവിതം? ഇങ്ങനെ വാപ്പയാകണ്ട. പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയത്. ഈ പള്ളി വന്നിട്ട് എത്ര തലാഖ് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം ഇതൊരു വയത് കിട്ടിയിട്ടില്ലല്ലോ. ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശിയ സഹോദര. എത്ര എന്താ കമ്മിറ്റിക്കാരൻ നിരന്നിരിക്കുന്നത്? ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ കയറത്തില്ല. കാരണം എന്തേ, ആ പാവം കൂടെ വലിച്ചു വെക്കാൻ വയ്യ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ പറയുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും പായിപ്പാട് പള്ളിയിൽ തലാഖ് കൊടുക്കരുത്. പായിപ്പാട് പള്ളിയെന്നല്ല, ഒരു പള്ളിയിലും കൊടുക്കരുത്. കാരണം തലാഖ് പറയുമ്പോൾ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന, ഒരാൾ തന്റെ ഭാര്യയെ തലാഖ് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന, ഇതിന് സാക്ഷിയായിരിക്കുന്നതൊക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് തലാഖ് പറയുന്ന സമയം അള്ളാന്റെ അർശ് കുലുങ്ങോ? പറ മനുഷ്യന്മാരെ, കുലുങ്ങോ? സമദ് ഉസ്താദ് ഉംറയ്ക്ക് പോയിട്ട് വന്നു. എടോ, നമ്മള് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത സ്ഥലമാ. മക്കത്ത് പോകുമ്പോ കാണാം. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. നമുക്കറിയാലോ, അവിടെ പോയി കാണില്ലേ? അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം. അവിടെ ചെല്ലുമ്പോ ബസ്സിനകത്ത് ഇരുന്നിട്ട് പറയും, ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇറങ്ങിയത്. അബാബിയിൽ പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ. ആരും ഇറങ്ങാറില്ല. കാരണം എന്തേ? അള്ളാന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം. ഇതുപോലെ തലാഖ് പറയുന്ന സമയം അള്ളാഹുവിന്റെ അർശ് കുലുങ്ങും. ആ മജ്ലിസിൽ ഇരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വേണ്ടെങ്കിൽ നീ കോടതി ഇപ്പോ പറഞ്ഞു വിടണം. ഇവിടെ തലാഖൊന്നുമില്ല. ഓടി വരിക. ഈ അടുത്തങ്ങോട്ട് നോക്കുമ്പോ ഒരു തലാഖ് വേണ്ടെങ്കിൽ കോടതി പൊക്കോണം. നമുക്ക് മസ്ലഹത്ത് മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാണ് നോക്കണം. ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. അതിനപ്പുറം ഒന്നുമില്ല. ആരും അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അങ്ങനെ ഇല്ലടോ, വേണ്ടവര് പൊക്കോ, കോടതി പൊക്കോ, മേടിച്ചോ, പള്ളികളിൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം. ഇതൊക്കെ നിർത്തണം. ചുമ്മാതെ ഒരു വിവരം ഇല്ലാത്തവനാ തലാക്ക് കൊടുക്കണം. വലിയ മഹാനോട് ദീനിന്റെ ഒരു നിയമം അറിയാത്തവന് മസലകൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പറഞ്ഞു കൊടുക്കുക. വാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് പരാതി പറയണു, ഉപ്പ ഞാൻ വല്ലതും തിന്നിട്ട് 3 ദിവസമായി. വാപ്പ പറയുന്നു ഞാൻ 4 ദിവസമായി. ഇങ്ങനാകണം വാപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ ജീവിതം വളരെ പ്രയാസമായിരുന്നു, വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. കാരണം ഹരിയാര് നിങ്ങൾ പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. ഇതൊക്കെ ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിർത്താറായ? എനിക്കൊന്ന് ഉറങ്ങളെക്കാളും ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ കിടന്ന ഉറങ്ങിപ്പോവാം ഇൻഷാ അല്ലാഹ്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരാഴ്ച ലീവ് എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഉറങ്ങാൻ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് തീരുമായിരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നാളെ വയലൊന്നുമില്ല കേട്ടാ, ഇന്നും കൂടെ ഉള്ളു. ചുമ്മാ 2 ദിവസം വയലുണ്ട്. ഇന്നും കൂടെ വയലുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ദുആയ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസമാ, ദാരിദ്ര്യമാ, ദുഃഖമാ. അപ്പോഴാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. അലിയാര് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ എന്റെ അടുക്കലേക്കൊന്നു വാ ഫാത്തിമ. ഭർത്താവ് തന്റെ ഭാര്യ സ്നേഹത്തോടെ വിളിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ അടുക്കൽ പിടിച്ചിരുത്തിയിട്ട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? സാധാരണ പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, പടച്ചവനെ, കുടുംബ വീട്ടിൽ ചെന്നു, കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു, ഭർത്താവിനോട് ഭാര്യ പറയും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ. സ്നേഹം കൊണ്ടല്ലടോ, ഉമ്മാനെയും ഉപ്പാനെയും നോക്കാൻ പറ്റാത്തത് കാരണം, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പാൻ പറ്റാത്തത് കാരണം, പടച്ചവനെ അതുകൊണ്ട് പെണ്ണുങ്ങളാണ് പറയാറ്. പക്ഷേ ഇവിടെ ഭർത്താവ് ചോദിക്കുന്നു, ഫാത്തിമ സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എനിക്കും ഒരാഗ്രഹമുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഉമ്മയെയും സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാനുള്ള കൊതി കാരണമല്ല, എനിക്കിവിടെ നിന്ന് മാറണമെന്നുണ്ട്. ഈ വീടിനകത്ത് നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലേ. ഉമ്മാനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, കൂടപ്പറപ്പുകൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് വീട് മാറണമെന്ന് പറയുന്നതെന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ, ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് സങ്കടം വരുന്നു അലിയേ. നിങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ മകളായ ഞാനും മക്കളും ഈ വീടിന്റെ റൂമിനകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് വേദനിക്കുന്നു, നിങ്ങളുടെ സഹോദരിമാർക്ക് വേദനിക്കുന്നു. എന്തിനാ നമ്മുടെ അവസ്ഥ അവരറിയുന്നത്? നമ്മൾ പട്ടിണി കിടക്കുന്നത് അവരെന്തിനറിയുന്നത്? എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് മാറാമലിയേ. എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്നൊന്നു മാറാൻ. എന്റെ പായിപ്പാടുള്ള പെങ്ങള് ഭർത്താവിന്റെ പ്രായം ചെന്ന ഉമ്മയ്ക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തതിന്റെ പേരില് വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കൂടപ്പറപ്പുകളെ തമ്മി തല്ലിപ്പിച്ച പെങ്ങന്മാരില്ലേ? അല്ലാഹുവേ, സ്നേഹത്തോടെ ജ്യേഷ്ഠനും അനുജനുമായി ഒരു വീടിന്റെ അകത്ത് സന്തോഷത്തോടു കൂടി കഴിഞ്ഞ എത്രയോ കുടുംബങ്ങളെ തകർത്ത പെണ്ണുങ്ങളില്ലേ? എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ. കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു, പടച്ചവനെ എനിക്ക് മാറണം. കാരണം എന്തെന്നറിയോ? ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം, ഈ ബന്ധത്തിൽ നിന്ന് മുറിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്ന ഉപ്പാന് വെച്ച് വിളമ്പണ്ട, ഉമ്മയ്ക്ക് വെച്ച് വിളമ്പണ്ട, കൂടപ്പറപ്പിന് വിളമ്പണ്ട. അങ്ങനെയല്ല സഹോദരി. ഫാത്തിമ പറയുകയാ, നബി തങ്ങളുടെ മകയായ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട്
കണ്ടിട്ട് ഇവര് കരയുകയാ, അവര് സങ്കടപ്പെടുകയാ. എന്റെ കാര്യം അവരറിയണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നൊന്നു മാറാൻ. ഫാത്തിമ ചോദിക്കുന്നു, പൈസ ഇല്ലല്ലോ, വീട് വെക്കാൻ എന്ത് ചെയ്യും അലിയെ? വാടക വീട് പോലും വാങ്ങാൻ പൈസ ഇല്ലല്ലോ. അപ്പോഴാണ് അലിയാര് തങ്ങള് പറയുന്നു, ഫാത്തിമ നിന്റെ ഉപ്പാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, നിന്റെ ഉപ്പ എന്ന് പറഞ്ഞ ജീവനാ, നബി തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, ഒരു വീട് വെറുതെ കിടക്കുകയാണ്. ഉപ്പാന്റെ അടുക്ക പോയി പറഞ്ഞ ആ വീട് നബി തങ്ങളെ നമുക്ക് വാങ്ങിത്തരും, അതുകൊണ്ട് നീ വാപ്പാന്റെ അടുക്കലൊന്ന് പോയി പറയണേ. ഭർത്താവ് പലതും പറഞ്ഞു വിടും, പെങ്ങളെ ഉപ്പാനെ സോപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാ പറഞ്ഞു വിടുവല്ലോ. പണച്ചറപ്പേ, വീട്ടിൽ ചെന്ന് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെങ്ങന്മാരോട് ലക്ഷങ്ങളെ തന്ന് നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് ഭർത്താവിന്റെ ആർത്തി കാരണം പിന്നെയും കുടുംബത്തിൽ കയറിയിട്ട് അവകാശം ചോദിക്കുന്ന പെങ്ങളുണ്ടല്ലോ, ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. ഞാൻ പറയുന്നത് ചോദിക്കല്ല പെങ്ങള്, ഇത് പായിപ്പാടുള്ള പെങ്ങന്മാർക്കുള്ളതാ. പാപ്പമാര് കഷ്ടപ്പെട്ട് 20, 25, 50 പവനും തന്നിൽ ലക്ഷങ്ങള് ചെലവഴിച്ച് കെട്ടിച്ചു വിടും. എന്നിട്ട് പിന്നെയും പോകും. ഭർത്താവ് പറയും, പോയി ചോദിക്കടി, നാണമില്ലാതെ പോകും. പോയി ഇരുന്നിട്ട് ചോദിക്കും, നിങ്ങൾ പഠിക്ക്, നീ പഠിക്ക്, പണമല്ല വേണ്ടത്, പണമല്ല വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകളോട് പറഞ്ഞു ചോദിക്കാൻ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മനസ്സില്ല, മനസ്സോടെ കടന്നുപോയി. ഫാത്തിമയ്ക്ക് മനസ്സില്ലായിരുന്നു, എങ്കിലും ഭർത്താവ് പറഞ്ഞതാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പൊന്നാര മകള് കടന്നു ചെല്ലുമ്പോ നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. എഴുന്നേറ്റ് നിന്നു. മകള് വന്നാ നബിതങ്ങൾ എഴുന്നേക്കും. പള്ളിയിലെ ഉസ്താദ് വരുമ്പോ വിദ്യാർത്ഥികൾ എഴുന്നേക്കുന്നത് പോലെ നബിതങ്ങൾ എഴുന്നേക്കുകയാ. കല്യാണം കഴിച്ച് വിട്ട പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാ. അടുത്തുപോയി ഫാത്തിമ പറഞ്ഞു, വാപ്പാ എനിക്ക് വല്ലാത്ത പ്രയാസമോ, എനിക്കും എന്റെ ഭർത്താവിനും ഹസനും ഹുസൈനും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ. മാ അഖത്തു മിൻ അഹബ്ബു ഇലയ്യ, ഇതാ നബിയെ താക്കോലി, ഇഷ്ടമുള്ളതെടുത്തോ. എന്തിനാ നബിയെ എന്നോട് ചോദിക്കാൻ മടിക്കുന്നത്? എന്തിനാ നബിയെ? ഒരു വാക്ക് പറഞ്ഞാ ഞാൻ തരുമല്ലോ നബിയെ. ഫാത്തിമയ്ക്ക് കൊടുക്കാം 100 വട്ടം എനിക്ക് സമ്മതമാ. ഏത് വീട് വേണം നബിയെ, ഏത് വീട് വേണം നബിയെ? എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുകയാണ്. അങ്ങനെ അല്ലാഹുവേ, ഫാത്തിമ ബീവിയുടെ വീടിന്റെ പാല് കാച്ച് നടക്കാൻ പോവുകയാണ്. ഒന്നുമില്ലടോ, ആ വീടല്ലാതെ ഒന്നുമില്ല, ആ വീടല്ലാതെ ഒന്നുമില്ല. ഫാത്തിമ ബീവി വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു കട്ടില് കൊടുത്തു, ഒരു ചെറിയ കട്ടില് കൊടുത്തു, ഒരു വിരിപ്പ് കൊടുത്തു, ചെറിയ പാത്രങ്ങൾ കൊടുത്തു, ഒരു ആട്ടുകല്ല് കൊടുത്തു. 7 കാര്യങ്ങൾ മാത്രമാണ് ആ ഫാത്തിമയുടെ വീടിനകത്തുണ്ടായിരുന്നത്. 7 കാര്യങ്ങളുമായിട്ടാണ് ഫാത്തിമ കടന്നു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ വീടിനകത്ത് പടച്ചവനെ താമസിക്കുകയാണ്. ഭാര്യയും ഭർത്താവ് സ്വന്തമായിട്ടൊരു വീടായല്ലോ. എന്തൊരു സന്തോഷമെന്നറിയോ, എന്തൊരു സന്തോഷമെന്നറിയോ. പരസ്പരം മത്സരിക്കുകയാണ്, ഭാര്യയും ഭർത്താവും മത്സരിക്കുകയാണ്. പടച്ചറപ്പേ, പായിപ്പാടുള്ള പെങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയണം മോളെ, നാവിന് നീളമുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. പറയുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ. പല വീടുകളിലും വഴക്കുകളും ബഹളങ്ങളുമാണല്ലോ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം വീടിനകത്തായി സ്വാതന്ത്ര്യമായി അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ ഒരു വാക്കു പറഞ്ഞു. അലിയാരിതങ്ങൾ പിണങ്ങി. ഇന്ന് വീടാകുമ്പോ ഭാര്യയും ഭർത്താവും ചട്ടിയും കലവാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും. അതൊക്കെ ഉണ്ട്. ഫാത്തിമ ബീബി സംസാരിച്ചു കൊണ്ടിരുന്നതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞു. അലിയാര് തങ്ങൾ പിണങ്ങി, അലിയാര് തങ്ങൾ പിണങ്ങി. ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാര് ചിന്തിക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് 80 പ്രാവശ്യം പോയിട്ട് സോറി പറഞ്ഞു. എത്ര പ്രാവശ്യം പോയിട്ട്?
എത്ര പ്രാവശ്യം പോയിട്ട്? ഭർത്താവ് പിണങ്ങിയിരുന്നപ്പോ ഫാത്തിമ ബീവി പോയിട്ട് 80 പ്രാവശ്യം സോറി പറഞ്ഞു. എന്നിട്ടും അലിയാര് നിങ്ങൾ മിണ്ടിയില്ല. എന്നിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മിണ്ടാൻ തയ്യാറായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി അലിയാര് തങ്ങളോട് പറയാ, ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കഴിക്കില്ല. ഭർത്താവിന്റെ കാൽ ചുവട്ടിൽ പോയിട്ട് ഇരുന്നു. ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളവും കുടിക്കില്ല. നിങ്ങൾ മിണ്ടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ, വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ. ഇക്കാടെ കയ്യിലല്ലേ കുഴപ്പം, എന്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ? അങ്ങനല്ല സഹോദരി. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയാം. എടോ, ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് താഴ്ന്നു കൊടുക്കണം. ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് താഴ്ന്നു കൊടുക്കണോടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ താങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭർത്താവിന്റെ അടുക്ക പറഞ്ഞു, 80 പ്രാവശ്യം സോറി പറഞ്ഞു. എന്നിട്ടും മിണ്ടുന്നില്ല. ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ആ കാൽ ചുവട്ടിലിരുന്ന സത്യാഗ്രഹം നടത്തി അലിയാര് തങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതെവിടുന്ന് പഠിച്ചെന്നറിയോ? ഇതെവിടെ നിന്നാ പഠിച്ചെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചില പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ വീട്ടിൽ പോ, നീ പോ ഖദീജ, നീ പോ, ഈ മക്കളുടെ പട്ടിണി കിടക്കില്ല, ഈ മക്കളെയും കൊണ്ട് നീ വീട്ടിൽ പോ. അപ്പോഴാണ് ഖദീജ ബീവി പറഞ്ഞത്, നബിയെ, പട്ടിണി കിടന്ന് മരിക്കാൻ ഞാൻ തയ്യാറാണ്. മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ മരിക്കും, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ജീവിതമില്ല. ഇത് പറയുന്നത് 5ാമത്തെ വയസ്സിൽ കേട്ട് വളർന്ന മകളാണ് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടി കാണുന്നത് അത്തായി അമ്മായി തമ്മിലുള്ള അടിയാണ്. വീടിനകത്ത് കിടന്നുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ചുമ്മാതല്ല, 7ാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് മക്കളും വിളിക്കാൻ തുടങ്ങുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ കബീർവാക്കവി ആരോ പറഞ്ഞു, ബാപ്പ വലിച്ചിട്ട് ഇട്ട വീഡിയോ എടുത്ത ഞാൻ വലിച്ചു പഠിച്ചെന്ന് മക്കള് പറയണ പോലെ ചീത്ത വിളിക്കാൻ പഠിച്ചത് എവിടെന്ന്? അത്ത അമ്മായി വിളിക്കണ കേട്ടിട്ട്. നാവെടുത്ത തന്തയ്ക്കും തള്ളയ്ക്ക് വിളിക്കത്തുള്ളൂ. എന്തെല്ലാം മോശമായ ചീത്ത! ഇത് കേട്ട നമ്മുടെ മക്കള് വളരുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാകട്ടെ. ആമീൻ പറയണം, ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. എൻ്റെ അടുത്തൊരു മാതാവ് പറഞ്ഞ ഒരു രംഗം, ഒരു പിതാവ് പറഞ്ഞ ഒരു രംഗം എന്തെന്നറിയോ? ഇപ്പൊ അവര് ഹോസ്പിറ്റലിലാണ്. അവർക്ക് ക്യാൻസറാ, ബ്ലഡ് ക്യാൻസറാ. 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അവരുടെ ബ്ലഡ് മാറ്റി വെക്കുന്നു. ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, തലയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ പ്രയാസം കാണുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അവരുടെ തലയിലെ ട്യൂമറായിരുന്നു. അവർക്ക് ബ്ലഡിൽ ക്യാൻസർ, തലയിലെ ട്യൂമർ. ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നടക്കുമ്പോ ഗൾഫിലുള്ള മകള് പറഞ്ഞു അത്ര ഉപ്പാനോട് വിളിച്ചിട്ട്, ഉപ്പാ, എന്റെ 60 പവൻ അവിടെ തന്നെ വെച്ചേക്കണം, എടുക്കരുതെന്ന്. എന്റെ സ്വർണമൊന്നും എടുക്കാൻ പാടില്ല, അത് അവിടെ വെച്ചേക്കാൻ. ഒരു മകള് പറയാ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ മക്കൾ അങ്ങനെ ആയിപ്പോയടോ. എന്തെങ്കിലും സംഭവിച്ചാ പറഞ്ഞാ മതി, ഞാൻ വരുന്ന, മരിച്ച അറിയിച്ചാ വരാൻ. ഇതാ നമ്മുടെ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ.